ഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ബലേ ശ്രീമതേ ദേവതാകസ്വാമിനാമാചാര്യപദായ നിതായ പ്രദാനം ഗൗരകഥാദാനതായ മധുരഗ്രാമതാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्यो च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः हरे कृष्ण। तो चैतन्य चरितामृതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 10 ശ്ലോകം 113 മുതലാണ് വായിക്കേണ്ടത്. ചൈതന്യ വിഷത്തിന്റെ ശാഖകൾ എന്ന അധ്യായമാണ്. ഇത് 68ാമത്തെ ശാഖ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. പുരുഷോത്തമ ശ്രീകാലിമ ജഗന്നാഥദാസ ശ്രീ ചന്ദ്രശേഖര വൈദ്യാധിജ ഹരിദാസ. മൂലവൃക്ഷത്തിന്റെ 68ാമത് ശാഖ ആരാണ്? പുരുഷോത്തമനും 69ാമത് ശ്രീ ഗാലിമനും 70ാമത് ജഗന്നാഥദാസനും 71 ശ്രീ ചന്ദ്രശേഖര വൈദ്യനും 72 ദ്വിജ ഹരിദാസനുമായിരുന്നു. ഇതില് 68, 69, 70, 71, 72 ഇത്രയും ശാഖകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 68ാമത്തത് പുരുഷോത്തമൻ, 69 ഗാലിമൻ, 70ാമത് ജഗന്നാഥദാസൻ, 71 ചന്ദ്രശേഖര വൈദ്യൻ, 72ാമത് ദ്വിജഹരിദാസൻ. ശ്രീ ഭക്തിസാന്ദ് സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു, ദ്വിജഹരിദാസനാണോ അഷ്ടോത്തര ശതനാമത്തിന്റെ കർത്താവെന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരായ ശ്രീരാമനും ഗോകുലാനന്ദനും ശ്രീ അദ്വൈതാചാര്യന്റെ ശിഷ്യന്മാരാണ്. ബാജാസ്രാവു ശേഷം നിന്നും 5 മൈൽ അകലെയുള്ള കാഞ്ചന ഗഡിയാണ് അവരുടെ ഗ്രാമം. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ അസിംഗഗഞ്ചിൽ നിന്നും 5ാമത്തെ സ്റ്റേഷൻ. ഇവിടെ പ്രഭുപാദര് ഭാവാർത്ഥത്തില് അവരുടെ സ്ഥലം, അവരുടെ പരമ്പരയൊക്കെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. രാമദാസ കവിചന്ദ്ര ശ്രീ ഗോപാലദാസ ഭാഗവതാചാര്യ ഠാക്കൂര സാരംഗദാസ. 73ാമത് ശാഖ രാമദാസനും 74ാമത് കവിചന്ദ്രനും 75ാമത് ഗോപാലദാസനും 76ാമത് ഭാഗവതാചാര്യനും 77ാമത് സാരംഗദാസ് ഠാക്കൂറുമായി. ഭാവാർത്ഥം: ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു. ഓരോ ഗണേശ 203 പറയുന്നു, ഭാഗവതാചാര്യൻ കൃഷ്ണപ്രേമ തരംഗിണി എന്ന ശീർഷകത്തിൽ ഒരു ഗ്രന്ഥം രചിച്ചു. അദ്ദേഹത്തിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രിയഭക്തനായിരുന്നു. ഇപ്പോൾ കൽക്കട്ടയുടെ ഒരു പ്രാന്തപ്രദേശമായ വരാഹനഗരം സന്ദർശിക്കുമ്പോൾ ഭാഗവത സാഹിത്യത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മഹാഭാഗ്യവനായ ബ്രാഹ്മണന്റെ വസതിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു താമസിച്ചു. ഈ ബ്രാഹ്മണൻ മഹാപ്രഭുവിനെ കണ്ടയുടൻ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാൻ തുടങ്ങി. ഭക്തിയോഗത്തെ ഉദ്ബോധിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ശ്രവിക്കുമ്പോൾ മഹാപ്രഭു തക്ഷണം ഭക്തിവർഷത്താൽ അബോധവസ്ഥയിലാകുമായിരുന്നു. ഭഗവാൻ ചൈതന്യൻ പിന്നീട് പറഞ്ഞു, താൻ മുമ്പൊരിക്കലും ശ്രീമദ് ഭാഗവതത്തിന്റെ ഇത്രയും ഹൃദ്യമായ വിശദീകരണം ശ്രവിച്ചിട്ടില്ല. അതിനാൽ ഞാൻ നിങ്ങളെ ഭാഗവതാചാര്യൻ എന്ന് നാമകരണം ചെയ്തു. അതാണ് അദ്ദേഹത്തിന് ഭാഗവതാചാര്യനായിട്ടാണ് ഇത് പറയുന്നത്. 76ാമത്തെ
ശ്രീമദ് ഭാഗവതം മാത്രമാണ് ഇനി നിങ്ങളുടെ ഇതെന്റെ ആജ്ഞയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം രഘുനാഥൻ എന്നായിരുന്നു. കൽക്കട്ടയിൽ നിന്ന് 3.5 മൈൽ വടക്ക് വരാഹനഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മഠം ഇന്നും ഉണ്ട്. അന്തരിച്ച രാമദാസ ബാബാജിയുടെ ദീക്ഷിത ശിഷ്യന്മാരാണ് അതിന്റെ ഭരണം നിർവഹിക്കുന്നത്. പക്ഷെ ബാബാജി മഹാരാജ് ഉണ്ടായിരുന്നപ്പോൾ നടന്നിരുന്നത് പോലെ ഇപ്പോൾ അതിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നില്ല. അദ്ദേഹത്തിന് ഉള്ള പേരാണ് രഘുനാഥൻ. സാരംഗദാസ് ഠാക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. ഠാക്കൂർ സാരംഗദാസ് മറ്റൊരു പേര് സാരംഗ ഠാക്കൂർ എന്നായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം സാരംഗ് പാണി അല്ലെങ്കിൽ സാരംഗധര എന്നും വിളിക്കപ്പെട്ടു. നവദ്വീപിലെ മോദദ്രുമ ദ്വീപിൽ പ്രദേശത്ത് വസിച്ചിരുന്ന അദ്ദേഹം ഗംഗാതീരത്തെ ഒരു ഏകാന്ത സ്ഥലത്തിരുന്ന് ഭഗവാനെ പതിവായി ആരാധിക്കുന്നതായിരുന്നു. അദ്ദേഹം ശിഷ്യന്മാരെ സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യും പരമദ്വീപ പുരുഷനായ ഭഗവാൻ ഉള്ളിൽ നിന്ന് അദ്ദേഹം പ്രചോദിപ്പിച്ചുകൊണ്ട് അപ്രകാരം ഒരു പ്രഭാതത്തിൽ അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു: ഇന്ന് ആരെ കണ്ടാലും ഞാൻ എന്റെ ശിഷ്യനാക്കും. തുടർന്ന് ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോയ അദ്ദേഹം ഒരു മൃതദേഹം ഒഴുകി വരുന്നത് യാദൃച്ഛികമായി കാണുകയും തങ്ങളുടെ കാൽപാദം കൊണ്ട് അതിനെ സ്പർശിക്കുകയും ചെയ്തു. അദ്ദേഹം ഉണ്ടാകും ഠാക്കൂർ സാരംഗദാസൻ അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. ഈ ശിഷ്യൻ പിൽക്കാലത്ത് ഠാക്കൂർ പ്രശസ്തനാവുകയും അദ്ദേഹത്തിന്റെ നാമം എല്ലായ്പ്പോഴും ശ്രീ ശരംഗന്റെ നാമത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പര ഇപ്പോഴും സർ ഗ്രാമത്തിൽ ജീവിക്കുന്നു. മാമഗച്ചി എന്നൊരു ക്ഷേത്രവുമുണ്ട്. ഇത് സാരംഗദാസ് ഠാക്കൂറിനാൽ ആരംഭിക്കപ്പെട്ടതാണ് പറയപ്പെടുന്നത്. അധിക കാലം മുമ്പല്ലാതെ അവിടെ ഒരു ബക്കുള വൃക്ഷത്തിന്റെ മുമ്പിലായി പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും അത് മേൽനോട്ടം ഇപ്പോൾ ഗൗഡീയ മഠങ്ങളാൽ നിർവഹിക്കപ്പെടുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം ഇപ്പോൾ പഴയതിലും വളരെ മെച്ചപ്പെട്ടതായിട്ടെന്ന് പറയുന്നു. സാരംഗദാസ് ഠാക്കൂർ മുമ്പ് നന്ദിമുഖി എന്ന നാമമുള്ള ഗോപികയായിരുന്നെന്നും ഗൗരഗണേഷ് ത്രിപുരയിൽ പറയുന്നു. അദ്ദേഹം മുമ്പ് ഭക്തപ്രഹ്ലാദനായിരുന്നുവെന്നും ചില ഭക്തന്മാർ പറയുന്നു. രണ്ടഭിപ്രായമുണ്ട്. പക്ഷെ തന്റെ പിതാവ് ശിവാനന്ദ സേനൻ ഈ പ്രസ്താവന അംഗീകരിക്കുന്നില്ലെന്ന് ശ്രീ കവി കർണപുരാൻ പറയുന്നു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായിയാണ്. മാമഗച്ചി, ഞാൻ ആ സ്ഥലം പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇദ്ദേഹം നല്ലൊരു ഭക്തനാണ്. അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഏകാന്തമായ സ്ഥലത്തിരുന്നു ഭജന ചെയ്തു. പക്ഷെ ആരെയും ശിഷ്യനാക്കിയിരുന്നില്ല. പക്ഷെ ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രചാരം ചെയ്യണം, ശിഷ്യനെ സ്വീകരിക്കണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അദ്ദേഹം ഗംഗാ നദിയിൽ പോയി കുളിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി ഒഴുകി വരും. പക്ഷെ അത് ശരംഗ ദാസ് ഠാക്കൂർ ടച്ച് ചെയ്തപ്പോൾ ആ മൃതദേഹത്തിന് ജീവൻ ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിനെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം പിന്നെ അവര് ബന്ധുക്കളെല്ലാം വന്ന് ആ ശരീരം അവകാശപ്പെട്ടു. പക്ഷെ അദ്ദേഹം ശരംഗദാസ് ഠാക്കൂറിനെ തന്നെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഫുൾ സേവനത്തില് വർത്തിക്കുകയാണ് ഉണ്ടായത്. 114 ജഗന്നാഥ തീർത്ഥ വിപ്രാത് ശ്രീ ജാനകീനാഥ ഗോപാല ആചാര്യാര വിപ്രാ വാണിനാഥ. മൂലവൃക്ഷത്തിന്റെ 78ാമത് ശാഖ ജഗന്നാഥ തീർത്ഥനും 79ാമത് ശാഖ ശ്രീ ജാനകീനാഥ ബ്രാഹ്മണനും 80ാമത് ഗോപാലാചാര്യനും 81ാമത് വാണിനാഥ ബ്രാഹ്മണനുമാണ്. അതിന്റെ ഭാവാർത്ഥം ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജഗന്നാഥ തീർത്ഥൻ ചൈതന്യ ഭാവത്തിന്റെ സാക്ഷികളായിരുന്ന 9 മുഖ്യ സന്യാസിമാരിൽ ഒരാളായി. വാണിനാഥ വിപ്രൻ നവദ്വീപ് നഗരത്തിന് സമീപത്തുള്ള വർദ്ധമാൻ ജില്ലയിലെ പൂർവസ്ഥലി പോലീസ് സ്റ്റേഷനും സമുദ്രഗഡ് പോസ്റ്റ് ഓഫീസിനടുത്തും ലംബഹട്ടി ഗ്രാമവാസിയുമായിരുന്നു.
അവിടുത്തെ ശേഷം ക്ഷേത്രം വളരെ അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. പക്ഷെ ബംഗാളി വർഷം 1128 AD 1921 ശ്രീ പരാനന്ദ ബ്രഹ്മചാരിയാൽ ശ്രീ ഭക്താശ്വസ ഠാക്കൂറിന്റെ ശിഷ്യന്മാരിൽ ഒരുവർ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടുകയും സേവാപൂജ പുനഃസ്ഥാപിക്കപ്പെടുകയും ക്ഷേത്രഭരണം ശ്രീ മായാപൂരിലെ ചൈതന്യ മഠത്തിന് കീഴിലാക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ ഇപ്പോഴും ഗൗരംഗ ഗതാധരമൂർത്തി കർശനമായും ശാസ്ത്രതത്വമനുസരിച്ച് ആരാധിക്കപ്പെടുന്നു. പൂർവ്വ റെയിൽവേ സ്റ്റേഷന്റെ സമുദ്രഗഡ്, നവദ്വീപ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് 2 മൈൽ അകലെയാണ് ചമ്പഹട്ടി. അപ്പൊ നമ്മൾ മായാപ്പൂർ പോയി കഴിഞ്ഞാൽ നവദ്വീപില് ഒരുപാട് സ്ഥലങ്ങള് കാണാൻ. സാധാരണ നവദ്വീപ് മണ്ഡല പരിക്രമം, ഇപ്പോ ഒന്ന് ഗൗരമണ്ഡല പരിക്രമം, ഇനി ഒന്ന് നവദ്വീപ് മണ്ഡല പരിക്രമം. ഇപ്പൊ നവദ്വീപ് മണ്ഡല പരിക്രമത്തില് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങൾ എല്ലാം നമുക്ക് പോകാൻ കഴിയും. അതാണ് ഈ മാമകച്ചി, ചമ്പഹട്ടി. 7 ദിവസം നമ്മൾ നടന്ന് പോയി കാണാനുള്ള ഒരു അവസരം കിട്ടും. ഇപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രധാനപ്പെട്ട അനുയായികളെ കുറിച്ചാണ്. ഒരു വലിയ വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ഓരോ ശാഖയിലുമുള്ള പ്രധാനപ്പെട്ട അനുയായികളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഓരോ ശാഖയും അതിന് ഉപശാഖകളുണ്ട്. അപ്പോൾ വൃക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഫലങ്ങളും പുഷ്പങ്ങളും നിറഞ്ഞതാണ്. അപ്പൊ വൃക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും അളവറ്റ ആധ്യാത്മിക ശക്തി ഉള്ളവരാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ അവരാണ് പിന്നീട് ഈ പ്രസ്ഥാനത്തെ പ്രചരിപ്പിച്ചതും പിന്നീട് ഒരുപാട് ഭക്തന്മാരെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു. 115 ഗോവിന്ദമാധവ വാസുദേവ തിനവായി യാൻ സവാര കീർത്തനെ നാച്ചേ ചൈതന്യമുത്തായി. ഗോവിന്ദമാധവൻ, വാസുദേവൻ എന്നീ 3 സഹോദരന്മാരും വൃക്ഷത്തിന്റെ 82-ാമതും 83-ാമത്തെയും 84-ാമത്തെയും ശാഖകളായിരുന്നു. ശ്രീ ചൈതന്യ നിത്യാനന്ദനും അവരുടെ കീർത്തനങ്ങളിൽ പതിവായി നൃത്തം ചെയ്യുമായി. ഭാവാർത്ഥം: ഗോവിന്ദൻ, മാധവൻ, വാസുദേവ ഘോഷൻ എന്നീ 3 സഹോദരന്മാരും ഒരു കായസ്ഥ കുടുംബത്തിലായിരുന്നു. ഗോവിന്ദൻ അദ്ദേഹം ജീവിച്ചിരുന്ന അഗ്രദ്വീപിൽ ഗോപിനാഥ ക്ഷേത്രം പണികഴിപ്പിച്ചു. മാധവഘോഷൻ കീർത്തന നിർവഹണത്തിൽ വിദഗ്ധനായി. ഈ ലോകത്തിലുള്ള ആർക്കും ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ ജയിക്കാൻ സാധിക്കുമായിരുന്നു. വൃന്ദാവനത്തിലെ ഗായകൻ എന്നറിയപ്പെട്ടിരുന്ന ശ്രീ നിത്യാനന്ദ പ്രഭുവിന് വളരെ പ്രിയങ്കരനായിരുന്നു ഈ 3 സഹോദരന്മാരും. സംഗീതം നയിക്കുമ്പോൾ ചൈതന്യ ഭഗവാനും നിത്യാനന്ദൻ പെട്ടെന്ന് ഹർഷോന്മുഖനായി നൃത്തം ചെയ്യുമായിരുന്നു. ഗൗരഗണേശ ദീപികയിൽ 188 പറയുന്നത് 3 സഹോദരന്മാരും മുമ്പ് വിശാഖ ഗോപിയാൽ രചിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചിരുന്ന കലാവതിയും രസോല്ലാസയും ഗുണതുങ്കയും ആയിരുന്നു. അതുകൊണ്ടാണ് അവര് അത്രയും ഇതില് പാട്ടിലും നൃത്തത്തിലും ആ താല്പര്യം. അവരെല്ലാം എറ്റേണൽ സെർവന്റാണ്. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരി രഥയാത്ര ഉത്സവത്തിൽ പങ്കെടുപ്പോൾ കീർത്തൻ നയിച്ചിരുന്ന 7 സംഘങ്ങളിൽ ഒന്ന് ഈ 3 സഹോദരന്മാരായിരുന്നു. വക്രേശ്വര പണ്ഡിതനായിരുന്നു അവരുടെ സംഘത്തിലെ മുഖ്യ നർത്തകൻ. ഇതില് ഏറ്റവും പേരുകെട്ട നൃത്തക്കാരൻ എന്ന് അറിയപ്പെടുന്നത് വക്രേശ്വര പണ്ഡിതനാണ്. അദ്ദേഹം കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ നിർത്തത്തില്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും, മണിക്കൂറോളം കണ്ടിന്യൂ ചെയ്യും. അവരുടെ സംഘത്തിലെ മുഖ്യ നോത്യലീല 13-ാം അധ്യായത്തിലെ 42-43 വ്യക്തമാക്കുന്നു. 116 രാമദാസാഭിരാമ സഖ്യ പ്രേമരാശി സോലസാംഗേരപുഷ്ടാപിലി പരിലാപംശി. രാമദാസൻ അഭിരാമൻ സഖ്യരസത്തിൽ നിമഗ്നായിരുന്നു. അദ്ദേഹം മുള കൊണ്ടുള്ള 16 കണ്ണുകളോട് കൂടിയ ഓടക്കുഴൽ നിർമ്മിക്കുകയുണ്ടായി. അഭിരാമൻ ഖനാകുല കൃഷ്ണനഗര നിവാസിയായിരുന്നു. ചൈതന്യമാപ്പിന്റെ ഓരോ അനുയായിയും ഓരോ കാര്യത്തിലും നൈപുണ്യമുള്ളവരായിരുന്നു. ചിലര് ഡാൻസില്,
ചിലര് സഖ്യരസത്തില്, ചിലര് പാട്ട്, ചിലര് പ്രചരണത്തില്. ഇപ്പോ ആത്മീയ ലോകം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിലും എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളാണ്. സോ വെറൈറ്റീസ് ആണ്, വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അപ്പൊ ഇതെല്ലാം ഭഗവാൻ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഭക്തന്മാരും ഒരേ ഗുണനിലവാരത്തിലുള്ളവരല്ല. പ്രഭുരാജ്ഞായ നിത്യാനന്ദ ഗൗഡേച്ഛലി താൻഡാസങ്കേതിന ജന പ്രഭു ആജ്ഞായ ആയില്ല. ശ്രീ ചൈതന്യപ്പന്റെ ആജ്ഞ പ്രകാരം നിത്യാനന്ദ പ്രഭു പ്രചരണത്തിനായി ബംഗാളിലേക്ക് തിരിച്ചു പോകുമ്പോൾ 3 ഭക്തന്മാർ അവിടെ നിന്ന് അനുഗമിച്ചു. രാമദാസ മാധവാര വസുദേവ ഘോഷം പ്രഭു സങ്കേരഹേ ഗോവിന്ദ പായ സന്തോഷ. ഇപ്പൊ ഇവിടെ ബഹുമാതില് കൃഷ്ണനഗര എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ കൃഷ്ണനഗർ ആണ്. ഇപ്പൊ നദിയ ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ സാധാരണ മായപ്പൂർ പോകുമ്പോ ബസ്സിൽ പോകുമ്പോ കൃഷ്ണനഗറിൽ ഇറങ്ങിയാണ് പോകുന്നത്. മായപ്പൂരിന് കൃഷ്ണനഗർ ബസ് എപ്പോഴും ഉണ്ട്. രാമദാസനും മാധുകുന്ദ ഘോഷനും വാസുദേവ ഘോഷനുമായിരുന്നു ഈ 3 പേർ. ഗോവിന്ദ ഘോഷൻ മഹാപ്രഭുവിനോടൊപ്പം ജഗന്നാഥ്പുരിയിൽ തുടരുകയും അപ്രകാരം സന്തുഷ്ടനാകുകയും ചെയ്തു. ഭാഗവതാചാര്യ ചിരഞ്ജീവ രഘുനന്ദന മാധവാചാര്യ കമലാകാന്ത ശ്രീയാദുനന്ദന. ഭാഗവതാചാര്യനും ചിരഞ്ജീവനും ശ്രീ രഘുനന്ദനും മാധവാചാര്യനും കമലാകാന്തനും ശ്രീയുത നന്ദനുമെല്ലാം ശ്രീ ചൈതന്യപുഷ്പത്തിന്റെ ശാഖകളിൽ ഉൾപ്പെടുന്നവരാണ്. ഭക്യാസസ് ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു, മാധവാചാര്യ നിത്യാനന്ദ പ്രഭുവിന്റെ പുത്രി ഗംഗാദേവിയുടെ ഭർത്താവായിരുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ പുത്രി വിവാഹം ചെയ്ത ആളാണ് മാധവാചാര്യ. അത് നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖയായ പുരുഷോത്തമിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു. നിത്യാനന്ദ പ്രഭുവിന്റെ പുത്രി മാധവാചാര്യ വിവാഹം കഴിച്ചപ്പോൾ പ്രഭു അദ്ദേഹത്തിന് പാഞ്ചിനഗര എന്ന ഗ്രാമം ശീതളമായി നൽകപ്പെട്ടതായി പറയപ്പെടുന്നു. മാധവാചാര്യന്റെ ക്ഷേത്രം പൂർവ്വ റെയിൽവേയിലെ ജിരാഡ് റെയിൽവേ സ്റ്റേഷന് സമീപം ആണ് സ്ഥിതി ചെയ്യുന്നത്. ഗൗരഗണേശ ദീപികയിൽ 169 പറയുന്ന അനുസരിച്ച് മാധവാചാര്യൻ മുമ്പ് മാധവി എന്ന ഗോപിക ആയിരുന്നു. ഇവരെല്ലാം സാധാരണ വ്യക്തികളല്ല, ഭഗവാന്റെ ശാശ്വത സേവകന്മാരായിരുന്നു. ഇവരെല്ലാം ഗോപികമാരുടെ തോഴിമാരും ഒക്കെ ആയിരുന്നു. കമലാകാന്തൻ അദ്വൈത ഗുരുവിന്റെ ശാഖയുടെ ഭാഗമായിരുന്നു. കമലാകാന്ത വിശ്വാസൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അപ്പൊ അന്ന് ഉണ്ടായിരുന്നവരെല്ലാം എത്ര ഭാഗ്യവാന്മാരായിരുന്നു എന്നാലോചിക്കുക. ഇവരെല്ലാം ഭഗവാന്റെ ശാശ്വത സേവകന്മാരുടെ അസോസിയേഷനാണ്. അവർക്ക് ഭാഗ്യമുണ്ടായി. മഹാകൃപാപാത്ര പ്രഭുരാജകായി മതായി പതിത പാവന നാമേര സാക്ഷി ദുയിമായി. വൃക്ഷത്തിന്റെ 89-ാമത്തെയും 90-ാമത്തെയും ശാഖകളായ ജഗായി മതായി 89-ാമത്തെയും 90-ാമത്തെയും ശാഖയായ ജഗായി മതായി ഇതിന്റെ മഹാപ്രഭുവിന്റെ കാവ്യത്തിന്റെ ഏറ്റവും വലിയ സ്വീകർത്താക്കളാണ്. ചൈതന്യന്റെ പതിത പാവൻ, പതിതാത്മാക്കളുടെ മോചകൻ എന്ന നാമം അർത്ഥവത്താണെന്ന് ഈ 2 സഹോദരന്മാരും തെളിയിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എല്ലാവരും കേട്ടിട്ടുണ്ട് ജഗായി മതായി. സാമൂഹ്യ വിരുദ്ധരാണ്, പക്ഷെ ചൈതന്യ മഹാപ്രഭു അവർക്ക് മുക്തി കൊടുത്തു. പാപപ്രവൃത്തികളിൽ നിന്നും മുക്തനായി അവരെ ഭക്തന്മാരാക്കുകയും അവർക്ക് ഇന്നും ക്ഷേത്രം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് അതാണ് പതിതാത്മാക്കളുടെ മോചകൻ എന്ന നാമം അർത്ഥവത്താണെന്ന് ഈ 2 സഹോദരന്മാർ ധരിക്കുകയും ചെയ്തു. പക്ഷെ അവരും ഈ വൃക്ഷത്തിന്റെ 2 ശാഖകളാണ്. ജഗായി മതായി സഹോദരന്മാർ പണ്ട് ദ്വാരപാലകരായ ജയനും വിജയനും ആയിരുന്നു എന്നും പിന്നീട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും ആയിത്തീർന്നു ഗൗരഗണേശ ദീപികയിൽ പറയും. അപ്പോ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമാണ് പിന്നീട് ജഗായി മതായിട്ട് അവതരിച്ചത്. അവര് വൈകുണ്ഠത്തിലെ ദ്വാരപാലകരാണ് ജയൻ ചെയ്തു.
ജഗായി മതായും ബഹുമാന്യനായ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു. പക്ഷെ അവർ ജനിച്ചത് ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു. പക്ഷെ അവർ കള്ളന്മാരും തെമ്മാടികളുടെയും ജീവിത രീതികൾ സ്വീകരിക്കുകയും എല്ലാ തരത്തിലുള്ള അനാഭികാമ്യങ്ങളായ പ്രവൃത്തികൾ, പ്രത്യേകിച്ചും ശ്രീലംബടത്തിലും ലഹരി പദാർത്ഥങ്ങളിലും ചൂതാട്ടത്തിലും ഉൾപ്പെടുകയും ചെയ്തു. പിന്നീട് ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവിന്റെയും കാരുണ്യത്താൽ അവർ ദീക്ഷ സ്വീകരിക്കുകയും അവർക്ക് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ജപത്തിന്റെ ഫലമായി 2 സഹോദരന്മാരും മഹാപ്രഭുവിന്റെ ഉത്കൃഷ്ടരായ ഭക്തന്മാരായി ഭവിച്ചു. മതായിയുടെ പിൻഗാമികൾ ഇന്നും നിലനിൽക്കുന്നു. അവരുടെ പരമ്പര ഇന്നും ഉണ്ട്. അവർ ബഹുമാന്യരായ ബ്രാഹ്മണരുമാണ്. ജഗായി മതായി എന്നീ 2 സഹോദരന്മാരുടെയും സമാധി സ്ഥലങ്ങൾ കഠ്വായിൽ നിന്നും 1 മൈലോളം തെക്ക് കോശഘട്ട അല്ലെങ്കിൽ മതായി തല ഗ്രാമം എന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ പോകാൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. സമാധി സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. കട്വായിലാണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ തെക്ക് പോകുമ്പോൾ കോശഘട്ട അല്ലെങ്കിൽ മതായി ഗ്രാമം എന്ന സ്ഥലത്ത് ആണ് ശ്രീ ഗോപീചരണദാസ് ബാബാജി 250 വർഷങ്ങൾ മുമ്പ് സ്ഥലത്ത് ഒരു മിഠായി ഗൗരക്ഷേത്രം സ്ഥാപിച്ചായി പറയട്ടെ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രവും കാണാം. ഗൗഡദേശ ഭക്തേര കൈലാസംക്ഷേപകഥന അനന്ത ചൈതന്യ ഭക്താനായ ഗണന. ചൈതന്യമാപ്തി ബംഗാളിലെ ഭക്തന്മാരുടെ സംക്ഷിപ്തമായ ഒരു വിവരണം ഞാൻ നൽകി. വാസ്തവത്തിൽ അവിടുത്തെ ഭക്തന്മാർ അസംഖ്യമാണ്. ചൈതന്യ മഹാപ്രഭുവിന് അനുയായികള് ബംഗാളിലും ഒഡീസയിലുമാണ് കൂടുതൽ ഉണ്ടായത്. അപ്പൊ ഓരോ ചൈതന്യ മഹാപ്രഭു ഏറ്റവും കൂടുതൽ താമസിച്ചിരുന്നത് ജഗന്നാഥ്പുരിയിലാണ്. ഓരോ വർഷവും ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് എല്ലാ വർഷവും ബംഗാളിൽ നിന്ന് ഭക്തന്മാര് പോകുമായിരുന്നു. അപ്പൊ ഓരോ പ്രാവശ്യം ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേഷൻ എടുക്കുകയും ചൈതന്യ മഹാപ്രഭുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. പ്രഭുപാദർ പിന്നീട് പപ്പോട്ട് പറയുന്നുണ്ട്. പിന്നീട് നമുക്കിപ്പോ ഇവിടെ പറയുന്നുണ്ട്. लीलाचले सभा भक्ता प्रभु संगे द्विस्थाने प्रभु सेवा कैला नाना रखे. അപ്പൊ ഞാൻ ഈ ഭക്തന്മാരെ എല്ലാം പ്രത്യേകിച്ച് പ്രതിപാദിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ ബംഗാളിലും ഒഡീസയിലും പ്രഭുവിന്റെ അനുഗമിക്കുകയും അവിടുന്ന് വേണ്ടി പലവിധത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പൊ കൂടുതലും ബംഗാളിലും ഒഡീസയിലുമാണ് ചൈതന്യ കൂടുതൽ അനുയായികൾ ഉണ്ടായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർ അധികവും ബംഗാളിലും ഒഡീസയിലും വസിച്ചു. അതിനാൽ അവർ ഗൗഡിയരെന്നും ഒഡിയരെന്നും പ്രശസ്തരായി. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ അവിടുത്തെ സമ്പ്രദായം ലോകം മുഴുവനും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ട് ഒഡീസയിലും ബംഗാളിലുമായിരുന്നു കൂടുതൽ ഭക്തർ. ഇന്നിപ്പോ പ്രഭുപാദർ പറയുന്നത് ലോകം മുഴുവനും പ്രചരിച്ചു കഴിഞ്ഞു. ലോകം മുഴുവനും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരുണ്ട്. പ്രഭുപാദരുടെ പറയുന്നത് ചൈതന്യ ഭഗവാന്റെ പ്രസ്ഥാനത്തിന്റെ ഭാവി ചരിത്രത്തിൽ മിക്കവാറും യൂറോപ്യൻകാരും അമേരിക്കക്കാരും കാനഡക്കാരും ആസ്ട്രേലിയക്കാരും ദക്ഷിണ അമേരിക്കക്കാരും ഏഷ്യക്കാരും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ജനങ്ങളും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തർ എന്നറിയപ്പെടും. കാരണം ഇപ്പൊ ലോകമെമ്പാടും ഉണ്ടല്ലോ. മായാപ്പൂർ വലിയൊരു ക്ഷേത്രം അന്താരാഷ്ട്ര കൃഷ്ണാപൂർ സമിതിയിലെ മായാപ്പൂർ ഏറ്റവും വലിയൊരു ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞു. മഹാപ്രഭു പ്രവേശിച്ചതുപോലെ ശ്രീ ഭക്തിവിനോദ് ഠാക്കൂർ മുൻകൂട്ടി കണ്ടതുപോലെ ലോകത്തിലെ എല്ലാ ഭാഗത്തിൽ നിന്നുള്ള ധാരാളം ഭക്തന്മാർ ഈ ക്ഷേത്രം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രഭുപാദർ വളരെ അഭിമാനപൂർവ്വം ഇത് പറയുകയാണ്. ഇപ്പോ അവരുടെ പ്രവചനമെല്ലാം കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. വിദേശത്ത് താമസിക്കുന്നുണ്ട് ഭക്തന്മാർ. ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിലെമ്പാടുമുള്ള ഭക്തന്മാർ മായാപ്പൂർ സന്ദർശിക്കുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങളിൽ അവർ കാണുകയും ചെയ്യുന്നുണ്ട്. കേവല നീലാചലെ പ്രഭുരെ ഭക്തഗണ സംക്ഷേപ കരിയെ കിച്ചൂസെ സഭാ കഥന.
ചൈതന്യ മഹാപ്രഭുവിന്റെ ജഗന്നാഥ് പുരിയിലുള്ള ഏറെ ഭക്തന്മാരെ പറ്റി ഞാൻ ചുരുക്കി വിവരിക്കട്ടെ. ഇനി ജഗന്നാഥ് പുരിയിലുള്ള ഭക്തന്മാരെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. लीलाचले प्रभु संगे यदा भक्तगण सभारा अध्यक्ष प्रभु मर्मा द्विजन परमानंदपुरी आरा स्वरूप दामोदर गदाधर जगदानंद शंकर मक्लेश्वर दामोदर पंडिताता हरिदास रघुनाथ वैद्य आरा रघुनाथ दास ജഗന്നാഥ് പുരിയിലെ മഹാപ്രഭുവിനെ അനുഗമിച്ച ഭക്തന്മാരിൽ പരമാനന്ദപുരിയും സ്വരൂപദാമോദരനും അവിടുത്തെ സർവസ്വവുമായിരുന്നു. മറ്റു ഭക്തന്മാരിൽ ഗദാധരൻ, ജഗന്നാഥൻ, ശങ്കരൻ, ഭക്തേശ്വരൻ, ദാമോദര പണ്ഡിതൻ, ഹരിദാസ് ഠാക്കൂർ, രഘുനാഥ് വൈദ്യൻ, രഘുനാഥദാസൻ എന്നിവർ ഉൾപ്പെടുന്നു. ചൈതന്യ മഹാപ്രഭു പാനിഘട്ടിയിൽ താമസിക്കുമ്പോൾ രഘുനാഥ് വൈദ്യൻ അവിടുന്ന് കാണുവാൻ വന്നെന്ന് ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 5-ാം അധ്യായത്തിൽ പറയും. അത് എല്ലാ സദ്ഗുണങ്ങളും നിറഞ്ഞ മഹാഭക്തനായിരുന്നു. ചൈതന്യ ഭാഗവതം പറയുന്നതനുസരിച്ച് അതേ മുമ്പ് ബലരാമന്റെ പത്നി രേവതിയായിരുന്നു. ബലരാമന്റെ പത്നി രേവതിയായിരുന്നു. രഘുനാഥ് വൈദ്യൻ അദ്ദേഹത്തിന്റെ കടാക്ഷം ഏൽക്കുമ്പോൾ ഏതൊരാൾക്കും തക്ഷണം കൃഷ്ണഭക്തി ഉണ്ടാകും. ജഗന്നാഥ് പുരിയിൽ സമുദ്രതീരത്ത് താമസിച്ചിരുന്ന അദ്ദേഹം സ്ഥാന നിരൂപണം എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇത്യാദിക പൂർവസംഗീ ബഡ ഭക്തഗണ നീലാചലേ രഹി കരേ പ്രഭുരാസേവന. ഈ ഭക്തന്മാരെല്ലാം ആരംഭം മുതൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരായിരുന്നു. ഭഗവാൻ ജഗന്നാഥ് പുരി താമസമാക്കിയപ്പോൾ അവിടുന്ന് വിശ്വസ്തയോടെ സേവിക്കുന്നതിനായി അവിടുന്ന് തുടർന്നു. ആരാഗത ഭക്തഗണ ഗൗഡദേശവാസി പദ്യത്തെ പ്രഭുരാധേ നീലാചലേ ആസി. ബംഗാളിൽ വസിക്കുന്ന എല്ലാ ഭക്തന്മാരും വർഷം തോറും മഹാപ്രഭുവിനെ കാണാൻ പതിവായി ജഗന്നാഥ് പുരി സന്ദർശിക്കുമായിരുന്നു. നീലാചലേ പ്രഭു സഹ പ്രഥമ മിഥില സൈ ഭക്തഗണ ഗണേര ഗണന. ബംഗാളിൽ നിന്ന് മഹാപ്രഭുവിനെ ആദ്യമായി കാണാൻ ജഗന്നാഥ് പുരിയിൽ വന്ന ഭക്തന്മാരുടെ പേരുകൾ ഞാൻ ഇവിടെ വിശദീകരിക്കട്ടെ. അപ്പോൾ ഇത് തുടർന്നുള്ളത് ബംഗാളിൽ നിന്ന് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വന്ന ഭക്തന്മാരുടെ ലിസ്റ്റാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അപ്പൊ ഇവിടെ അതില് മഹാപ്രഭുവിന്റെ വൃക്ഷത്തിന്റെ ഏറ്റവും വലിയ ശാഖകളിൽ ഒന്നായിരുന്നു സാർവഭട്ടാചാര്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവാണ്, അത് അളിയൻ ആണ് ഗോപിനാഥ ആചാര്യൻ. അല്ലെങ്കിൽ ഇതുകൂടെ വായിക്കാം. ബഡാശാഖായക സാർവഭൗമ ഭട്ടാചാര്യ താണ്ഡവഗ്നിപതി ശ്രീ ഗോപിനാഥാചാര്യ. ഇപ്പൊ മഹാപ്രഭുവിന്റെ വൃക്ഷത്തിന്റെ ഏറ്റവും വലിയ ശാഖകളൊന്നായിരുന്നു സാർവഭട്ടാചാര്യര്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് ഗോപിനാഥാചാര്യൻ. ഭാവാർത്ഥം സാർവഭട്ടാചാര്യന്റെ യഥാർത്ഥ നാമം വാസുദേവ് ഭട്ടാചാര്യൻ എന്നാണ്. വിദ്യാനഗർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നവദ്വീപ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ചമ്പഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 മൈൽ ദൂരെയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് മഹേശ്വര വിശാരദൻ വളരെ പ്രശസ്തനായിരുന്നു. പ്രഭുപാദരി ഓരോ സ്ഥലങ്ങളും നമുക്ക് പറഞ്ഞു തരും. നമുക്ക് എപ്പോഴെങ്കിലും ഈ സ്ഥലങ്ങള് സന്ദർശിക്കണമെങ്കിൽ പോയി സന്ദർശിക്കാം. അപ്പൊ ഇതൊരു ഗൈഡാണ് ഈ ചൈതന്യ ചരിതാമൃതം. അദ്ദേഹത്തിന്റെ പിതാവ് മഹേശ്വര വിശാരദൻ വളരെ പ്രശസ്തനായിരുന്നു. സാർവഭട്ടാചാര്യൻ അക്കാലത്ത് ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ താർക്കികനായിരുന്നു. അദ്ദേഹം ബീഹാറിലെ മിഥിലയിൽ ചെന്ന് അവിടെ ഒരു വിദ്യാർത്ഥിയും തന്റെ തർക്കശാസ്ത്ര വിശദീകരണങ്ങളെ കുറിച്ച് വളരെ കുറിപ്പ് എഴുതാതെടുക്കാൻ അനുവദിക്കുകയില്ലായിരുന്ന പക്ഷധര മിശ്രൻ എന്ന മഹാപണ്ഡിതനെ വിദ്യാർത്ഥിയാക്കി. സാർവഭട്ടാചാര്യൻ അത്രമേൽ സമർത്ഥനായിരുന്നതിനാൽ പക്ഷധര മിശ്രന്റെ തർക്കശാസ്ത്ര വിശദീകരണങ്ങൾ അതുപോലെ ഹൃദ്യമാക്കുകയും നവദ്വീപിലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവിടെ ഒരു തർക്കശാസ്ത്ര വിദ്യാലയം തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. ഈ സാർവഭട്ടാചാര്യൻ.
അപ്രകാരം മിഥിലയുടെ പ്രാധാന്യം കുറയുകയും ചെയ്തു. തർക്കശാസ്ത്ര പഠനത്തിനായി ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എപ്പോഴും നവതിയിൽ വരാറുണ്ട്. ആധികാരികമായ ചില അഭിപ്രായങ്ങൾ അനുസരിച്ച് പ്രശസ്ത തർക്കശാസ്ത്ര പണ്ഡിതൻ രഘുനാഥ് ശിരോമണി സാർവ ഭട്ടാചാര്യന്റെ ശിഷ്യൻ. അപ്പോൾ എല്ലാ തർക്കശാസ്ത്ര പണ്ഡിതന്മാരും പിന്നീട് സാർവ ഭട്ടാചാര്യന്റെ ശിഷ്യന്മാരായി തീർന്നു എന്നുള്ളതാണ്. ഫലത്തിൽ സാർവ ഭട്ടാചാര്യൻ എല്ലാ തർക്കശാസ്ത്ര പഠിതാക്കളുടെയും നായകനായി. അദ്ദേഹം ഒരു ഗൃഹസ്ഥനായിരുന്നെങ്കിലും ധാരാളം സന്യാസിമാരെ പോലും തർക്കശാസ്ത്രം അഭ്യസിക്കുകയുണ്ടായി. വേദാന്ത തത്വം പഠിപ്പിക്കുന്നതിനായി ജഗന്നാഥ്പുരിയിൽ വിദ്യാലയം അത് ആരംഭിച്ചു. അവിടുത്തെ മഹാവിദ്വാനായി വർത്തിക്കുകയും ചെയ്തു. ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ കാണുന്നത്. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടിയപ്പോൾ തന്നിൽ വേദാന്തം അഭ്യസിക്കാൻ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു ഉപദേശിച്ചു. പക്ഷെ വേദാന്തത്തിന്റെ യഥാർത്ഥ അർത്ഥം അറിയുവാൻ അദ്ദേഹം പിന്നീട് ചൈതന്യ മഹാപ്രഭുവിനെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ആദ്യം സാർവ ഭട്ടാചാര്യ ചൈതന്യ മഹാപ്രഭുവിനെ ശിഷ്യനാക്കി സ്വീകരിച്ചുകൊണ്ട് വേദാന്തം ഉപദേശിച്ചു. പക്ഷെ പിന്നീട് ചൈതന്യ മഹാപ്രഭു തന്റെ ഷഡ്ഭുജ രൂപം, 6 കൈകളുടെ രൂപം ദർശനം കൊടുത്തു. അപ്പൊ സാർവ ഭട്ടാചാര്യൻ മനസ്സിലായി ഇത് സാക്ഷാൽ ഭഗവാനാണ് എന്ന് മനസ്സിലായി. അപ്പൊ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഒരു ഭാഗത്ത് ഇപ്പോഴും ഷഡ്ഭുജ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ജഗന്നാഥപുരി ക്ഷേത്രത്തിന് പോയി കഴിഞ്ഞാൽ കാണാം. ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്ത് നിത്യവും സങ്കീർത്തനവും നിർവഹിക്കപ്പെടുന്നു. ചൈതന്യ മഹാപ്രഭുവുമായി സർവ ഭട്ടാചാര്യൻ കണ്ടുമുട്ടലിനെ കുറിച്ച് മധ്യയിലെ 6-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. സർവ ഭട്ടാചാര്യന്റെ ചൈതന്യ ശതകം അഥവാ സുശ്ലോക ശതകം എന്ന ശീർഷകത്തിൽ 100 ശ്ലോകങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും നമുക്ക് ജഗന്നാഥ്പുരി പോയി കഴിഞ്ഞാൽ സാർവ ഭട്ടാചാര്യന്റെ വീട് പോയി കാണാം. ഗൗഡീയ വൈഷ്ണവർക്കിടയിൽ അവിടെ പ്രശസ്തമായ വൈരാഗ്യ വിദ്യ നിജ ഭക്തിയോഗ എന്ന വാക്കുകളിലും കാലം നഷ്ടം ഭക്തിയോഗം നിജ എന്ന വാക്കുകളിലും ആരംഭിക്കുന്ന മറ്റ് 2 ശ്ലോകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ അവതാരമായിരുന്നു സാർവ ഭട്ടാചാര്യൻ. ഇത് ഗൗരഗണേശ ദിവ്യയിൽ പറയുന്നു. അപ്പോ അദ്ദേഹം സാധാരണ വ്യക്തിയല്ല. അപ്പൊ അതിന്റെ വീട്ടിൽ പോകുമ്പോ നമുക്കറിയാം, പഴയ വീടാണ്, അതിനകത്ത് താഴോട്ട് ഇറങ്ങുന്ന ഒരു അറയൊക്കെ ഉണ്ട്. ബഹുമാന്യനായ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്ന ഗോപിനാഥ് ആചാര്യനും നവദീപവാസിയും അദ്ദേഹത്തിന്റെ സന്തുഷ്ട സഹചാരിയുമായിരുന്നു. അദ്ദേഹം സാർവ ഭട്ടാചാര്യന്റെ സഹോദരി ഭർത്താവുമായിരുന്നു. അദ്ദേഹം മുമ്പ് രത്നാവലി എന്ന പേരായ ഗോപികയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അളിയനും രത്നാവലി എന്ന ഗോപിക ആയിരുന്നു. ഗൗര ഗണേശ ദിവ്യയിൽ പറയുന്നു. മറ്റു ചിലരാകട്ടെ അദ്ദേഹത്തിന്റെ ബ്രഹ്മാവിന്റെ അവതാരമായി പറയുന്നുണ്ട്. അപ്പോ ചില ഭിന്ന അഭിപ്രായങ്ങളും വരുന്നുണ്ട്. പക്ഷെ അതില് നമ്മൾ സാധാരണ ഗൗര ഗണേശ ദീപികയാണ് ആധികാരികമായിട്ട് എടുക്കാറ്. അതിലാണ് വളരെ വിശദമായി പറയുന്നത്. ഇനി കാശി മിശ്രയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ കാശി മിശ്രയുടെ വീട്ടിൽ ചൈതന്യ മഹാപ്രഭു താമസിച്ചിരുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ അതിൽ കൂടുതൽ വിശദീകരണം എങ്ങനെ തരണമെന്ന് അറിയില്ല. കാരണം ഓരോ വ്യക്തിയുടെയും പേരുകളും അവരുടെ വസിച്ചിരുന്ന സ്ഥലങ്ങളും അവരുടെ മഹത്വമാണ് ഇതിലെ പ്രഭുപാദർ തന്നെ വളരെ വ്യക്തമായി അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിശദീകരണം നമുക്ക് നൽകാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 130 ശ്ലോകം വരെ വായിച്ചു. ഇനി 131 മുതലാണ് നാളെ വായിക്കേണ്ടത്. ഹരേ കൃഷ്ണ. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ കാശിന്റെയും കുബ്ജയുടെ അവതാരമായിട്ടാണ് പറയുന്നത്. അപ്പൊ കുബ്ജയുടെ വീട്ടിലാണ് ചൈതന്യ മഹാപ്രഭു കാശി മിശ്രൻ. ഇവരെല്ലാം സാധാരണ വ്യക്തികളാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കൃഷ്ണലീലയിൽ പങ്കെടുത്തവരാണ്. പക്ഷെ അവരാണ് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തെ ലോകം മുഴുവനും പ്രചരിപ്പിച്ചത്. പക്ഷെ പിന്നീട്
തന്റെ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് ശ്രീല പ്രഭുപാദര് ലോകം മുഴുവൻ സഞ്ചരിക്കുകയും കൃഷ്ണാബോധം പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വലിയ ഒരു ഇൻസ്പിരേഷൻ നമുക്ക് കിട്ടും. സാധാരണ നിങ്ങൾ എത്ര പേര് ഈ നവദീപ് മണ്ഡല പരിക്രമം പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തില് ഈ നവദീപ് മണ്ഡല പരിക്രമിൽ നമ്മൾ പങ്കെടുക്കണം. ഒരു 7 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പൊ ഈ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നടന്നു പോയി ഈ സ്ഥലങ്ങൾ കാണാൻ കഴിയും. അപ്പൊ ഓരോ സന്യാസിമാര്, മുതിർന്ന ഭക്തന്മാർ ആ സ്ഥലങ്ങളുടെ മഹാത്മ്യം പറഞ്ഞു തരും. ഓരോ സ്ഥലത്തും സങ്കീർത്തനം നടക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് നവദീപ് മണ്ഡല പരിക്രമം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. അപ്പൊ ഇവിടെ നിർത്താമോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. മാതാജി ഇവിടെ. ശ്രീ മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. നിർത്തുകയാണ്.